അല്ല ചങ്ങായിമാരെ, എന്തൊക്കെ എല്ലാവരുടെയും വർത്താനൊക്കെ? പിന്നെ നോമ്പൊക്കെ ഏകദേശം പിന്നെ ഒന്നാമത്തെ 10 കയ്യാലേ. ഏതായാലും പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പി എം വന്ന് ചോദിക്കുന്നുണ്ട്, റമദാനായിട്ട് വീഡിയോ ഒന്നും ചെയ്യില്ലല്ലോ, എന്താണ് നോളേജ് സിറ്റി? എല്ലാ പിന്നെ ആൾക്കാരും നോളേജ് സിറ്റി ഒക്കെ പോയി വീഡിയോ ഇടുമ്പോൾ നിങ്ങളൊന്ന് നോളേജ് സിറ്റി പോയി ഒരു വീഡിയോ അടി വൈറലാക്കി നോളേജ് സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മക്കാണെങ്കിൽ പിന്നെ പോകാനുള്ള സാഹചര്യം കാര്യങ്ങളൊന്നും റെഡിയല്ല. അപ്പം നമ്മളിന്ന് ഒരാളെ കാണാൻ വേണ്ടിയിട്ട് മുക്കം ഭാഗത്ത് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു വീട്ടിലേക്ക് വന്ന അയൽവക്കത്തെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ച, അതായത് ഇവിടെ ഒരാള് വീട്ടിൽ നിന്ന് ഭക്ഷണം, മെയിനായിട്ട് പുറത്ത് പോയി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. പിന്നെ അറിയപ്പെണ് പട്ടാക്കൽ കാറ്ററിംഗ് സർവീസ് കേട്ടോ. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കി. അപ്പോൾ ഓരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികളും അതുപോലെ തന്നെ എങ്ങനെയാണ് സർവീസും കാര്യങ്ങളൊക്കെ ഓരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ റമദാൻ മാസം പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എത്ര, അതായത് നമ്മളെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലൊക്കെ മൂപ്പൻ തന്നെ വണ്ടിയിൽ തന്നെ ഇപ്പൊ ചെറിയ പൈസക്ക്, എല്ലാവരും നല്ല പൈസ വാങ്ങുമ്പോൾ ചെറിയ പെട്രോൾ പൈസ മാത്രം കൊടുത്താൽ മതി നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ എന്താ വേണ്ടി ആ സാധനം ഒരു എത്തിച്ചേരും. അപ്പൊ അവരോട് തന്നെ ചോദിച്ചോക്കെ എങ്ങനെ ഉണ്ട് അല്ലേ? അതൊക്കെ എന്തൊക്കെ വർത്താനോ സാർ തന്നെ? പിന്നെ എങ്ങനെയുണ്ട് പിന്നെ വെപ്പും കാര്യങ്ങളൊക്കെ? ചെറിയ പരിപാടിയിലുണ്ടാവും. 5, 8, 3, 4 ഒക്കെ ഉണ്ടാവൂലേ? 6 കൊടുക്കാണ്ട് ഇത് മുട്ടി വെച്ചാൽ പിന്നെ പിന്നെ ആൾക്കാര് ഓർഡർ ചെയ്യണ്ടോ? പെരുന്നാൾ ഓർഡർ എങ്ങനെയാ എടുക്കുന്നുണ്ട് നിങ്ങള്? പെരുന്നാൾ കുറച്ച് ഉണ്ടാവും. പിന്നെ പിന്നെ നിങ്ങൾ എവിടെ പോയി വെക്കൂലേ? കേരളത്തിൽ ഏത് സ്ഥലത്ത് പോയി വെക്കും? എവിടെ പോയി വെക്കും? അപ്പൊ നമുക്ക് മെയിൻ പറയാനുള്ളത് അറിയോ, ഇവിടെ നമ്മളെ ബിരിയാണി ചലഞ്ചിലൊക്കെ പോയിട്ട് പിന്നെ വൈറലായി. എങ്ങനെ വൈറലായി അറിയോ? എല്ലാരും ഗ്രേസ് പാലിയേറ്റീവിന് വേണ്ടിട്ട് എല്ലാരും മിഷീൻ കൊണ്ടുവന്നിട്ട് പിന്നെ ഉള്ളി വെട്ടുമ്പോ കൈ കൊണ്ട് എത്ര ഉള്ളി വെട്ടി? 200 കിലോ ഉള്ളി കൈ കൊണ്ട് വെട്ടിട്ട് അന്ന് വൈറലായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വീഡിയോ കണ്ടിരുന്നു. അപ്പൊ ഏതായാലും ചെറിയ പൈസക്ക് പിന്നെ ഇപ്പത്തെ കാലത്തൊക്കെ നമ്മളെ സർവീസ്, കാറ്ററിംഗ് സർവീസ് ഒക്കെ പറഞ്ഞാൽ വലിയ വലിയ പൈസ ഓരോരുത്തർ ഈ വീശി പറയും അല്ലെ. എന്നാൽ ചെറിയ പൈസക്ക് നല്ല ഫുഡ്, നല്ല രുചികരമായ ഫുഡ് നിങ്ങൾക്ക് വീട്ടിലെത്തിക്കണോ? അബ്ദുള്ളാക്കനെ വിളിച്ചോളി. പട്ടാക്കൽ കാറ്ററിംഗ് സർവീസ് ആണ്. ഏതായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോന്റെ കമന്റിൽ കൊടുക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്.